എല്ലാവർക്കും നമസ്കാരം. ഇലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഇലേണിൽ നിന്നും സൂരജ് സാറാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയതായിട്ട് PSC വിളിച്ചിരിക്കുന്ന പോലീസ് ഡ്രൈവറിന്റെ ക്ലാസ്സുകളെ പറ്റിയും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലിസ്റ്റിലേക്ക് എത്തിപ്പെടും എന്നതിനെയൊക്കെ പറ്റി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. OACAM ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ എന്നീ പരീക്ഷകൾ കൃത്യമായി നമ്മളെ ക്ലാസ്സുകളിലൂടെ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാ മാർക്കും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മുന്നിലേക്ക് PSC നൽകിയിരിക്കുന്ന ഒരു ഡ്രൈവർ എക്സാം ആണ്, പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന പരീക്ഷ. വളരെ കൃത്യതയോടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കും. നമുക്ക് സർക്കാർ സർവീസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ള രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പരീക്ഷ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ പരീക്ഷയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഒന്ന് പറയാം, ഈ പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗങ്ങളാണ്. അതായത് ഡ്രൈവർ ടോപ്പിക്സിന്റെ 30 മാർക്കും അതേപോലെ തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള 20 മാർക്കിൽ നിന്നും 50 മാർക്ക്, ഇത് രണ്ടും കൂടെ കൂടിയ 50 മാർക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പഠിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. ഒരു സൂചന PSC നൽകി എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ CPO, WCPO പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് വളരെ എളുപ്പമാക്കിയാണ് PSC നമുക്ക് നൽകിയത്. വളരെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വായിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് വരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഈ പറയുന്ന പോലീസ് ഡ്രൈവർ അങ്ങനെ ആയിരിക്കണമെന്നില്ല. കൃത്യമായിട്ട് ധാരാളം ചോദ്യങ്ങൾ ആഴത്തിലിറങ്ങി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നമ്മളുടെ 20 മാർക്കിന്റെ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവറിന്റെ 30 മാർക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കെല്ലാം നമ്മളുടെ ലൈവ് സെഷന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ WCPO, CPO പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS-ൽ എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്നതായിരുന്നു ചോദ്യം. BNS-ൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? ഇതെല്ലാവരും, അതായത് ബുക്ക് എടുത്ത് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ എന്തായാലും ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് എവിടെ കിടപ്പുണ്ട് ആദ്യം തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ BNS ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുന്ന ഒരാൾക്കും ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഒന്നാണ്, എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BNS-നകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? യെസ്, 20 അധ്യായങ്ങളാണ് ഉള്ളത്. എത്രയാണ്? 20 അധ്യായങ്ങൾ ഉണ്ട്. 20 അധ്യായം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാവരും കൊടുത്തു കാണും, വളരെ ഈസിയാണ്. ഇതേപോലെ തന്നെ എത്ര സെക്ഷനുകൾ ഉണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, PDF നോട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചു ചോദിക്കാവുന്നതാണ്. 50 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ അവസാന ഭാഗം എത്തുമ്പോഴത്തേക്ക് കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ എക്കണോമിക്സ്, അതേപോലെ ജോഗ്രഫി, അതേപോലെ തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം നമുക്കറിയാം എല്ലാ 5 മാർക്ക് വീതം നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള വർക്കുകൾ, ചോദ്യങ്ങൾ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക. ഡ്രൈവർ ടോപ്പിക്സ് അല്ലെങ്കിൽ ഡ്രൈവറായിട്ട്, ഈ ഒരു പോലീസ് ഡ്രൈവറായിട്ട് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു അവസരമാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ BNS സംഘടിത കുറ്റകൃത്യം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്, സംഘടിത കുറ്റകൃത്യം എന്ന കൂട്ടം ചേർന്ന് അല്ലെങ്കിൽ സംഘടിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിക്കും. എളുപ്പമാണ് അതിന് ഉത്തരം. നമ്മൾ എന്തായാലും പഠിച്ചു പോകുന്ന ആൾക്കാർ വകുപ്പുകൾ മാത്രം, അതിന്റെ ഹെഡിങ്ങും പഠിച്ചു പോകാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ആ സിലബസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇതിന് ഉത്തരം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ D ആയിരുന്നു, 111. ഇതായിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാർക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ കഴിയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗങ്ങളായിരുന്നു ആദ്യമൊക്കെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇത് A കോഡിൽ നിന്നുള്ള
എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത നോക്കാം. ഭാരതീയ ന്യായ സംഹിതയിൽ BNS-ൽ ചെറിയ കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷ. അപ്പോൾ BNS നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ആ ഒരു വകുപ്പിനെ അല്ലെ ലോർഡ് മെക്കാള കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന IPC എടുത്തു മാറ്റിയതിനു ശേഷം 2023 ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമമാണ് BNS, ഭാരതീയ ന്യായ സംഹിത. കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷ ഏത്? നല്ല ചോദ്യമായിരുന്നു. എളുപ്പമാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ. അത് കമ്മ്യൂണിറ്റി സർവീസ് എന്നതായിരുന്നു. ഓപ്ഷൻ സി, കമ്മ്യൂണിറ്റി സർവീസ് എന്നതായിരുന്നു അതിന് ഉത്തരം. അതും നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ കമ്മ്യൂണിറ്റി സർവീസിനെ പറ്റി നമ്മുടെ BNS-നകത്തിൽ അപ്പോൾ ഇതിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കമ്മ്യൂണിറ്റി സർവീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സേവനം, ആശുപത്രികൾ പോയി വൃത്തിയാക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നമ്മളെ പൊതു ഇടങ്ങൾ വൃത്തിയാക്കുക, ശുചീകരണവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇവയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടാമത് വന്നിരിക്കുന്നത് BNSS-ൽ നിന്നും ചോദ്യമുണ്ട്. ആ ചോദ്യം എത്രയാണെന്ന് ഓർത്തോണം. ആ 4 ചോദ്യങ്ങൾ BNS-ൽ നിന്നും വരുമ്പോൾ ഇവിടെ എന്നും ഉണ്ട് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്, എളുപ്പമാണ്. നോക്കുക, കോടതി ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കോഗ്നൈസബിൾ കുറ്റങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. പോലീസിന് വാറന്റ് കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തുള്ള കുറ്റത്തെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? അപ്പോൾ കോഗ്നൈസബിൾ കുറ്റം എന്ന് വിളിക്കുന്നു. ഒരാൾ കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ ഒരാൾ വധശ്രമത്തിന് വേണ്ടി അല്ലെങ്കിൽ വധശ്രമം നടത്തി, ഇങ്ങനത്തുള്ള കുറ്റങ്ങളെ നമുക്ക് വാറന്റ് കൂടാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത കുറ്റമാണെന്ന് നമുക്ക് പ്രതിപാദിക്കാൻ കഴിയുന്നു. ഇങ്ങനത്തുള്ള കുറ്റങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കോഗ്നൈസബിൾ കുറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോലീസിന് വാറന്റ് കൂടാതെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കും? കോഗ്നൈസബിൾ ഒഫൻസസ് എന്ന് വിളിക്കും. അങ്ങനെ പോലീസിന് ഒരു കാരണവശാലും കോടതിയുടെ വാറന്റ് കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറ്റത്തെ ഏത് പേര് വിളിക്കുന്നു? കോഗ്നൈസബിൾ കുറ്റങ്ങൾ എന്ന് വിളിക്കുന്നു. മറന്നു പോകത്തില്ലല്ലോ, എളുപ്പമാണ്. ഇവിടെ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കുക, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? നല്ല ചോദ്യമാണ്. മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഏത് കോടതിയിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. സെഷൻസ് കോടതിയിലാണ് ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ നൽകേണ്ടത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ എടുത്തു നോക്കുക. അവിടെ ഏറ്റവും കൂടുതൽ ഈ BNSS പറയുമ്പോൾ നമ്മൾ സെഷൻസ് കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആപ്പിനകത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. സെഷൻ കോടതിയിലാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകേണ്ടത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS 21H പ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? നമ്മൾ ആർക്കാണ് പരാതി നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ, മജിസ്ട്രേറ്റിനാണ് എന്ത് നൽകേണ്ടത്? പരാതി നൽകേണ്ടത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ കംപ്ലൈന്റ് എന്ന് പറയുന്നതിനെ പറ്റി സെക്ഷനകത്തിൽ പറയുന്നു. 21H പറയുന്നത് കംപ്ലൈന്റ് ആണ്, പരാതികളെ പറ്റിയാണ് പറയുന്നത്. ആർക്ക് പരാതി നൽകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിനാണ് നമ്മൾ എന്ത് നൽകേണ്ടത്? പരാതി നൽകേണ്ടത്. ഓക്കെ ആണല്ലോ. മുൻകൂർ ജാമ്യം ആരാണ്? സെഷൻസ് കോടതിയാണ്. ഇവിടെ ആർക്ക് നമ്മൾ പരാതി കൊടുക്കണം? മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കണം. ഈ പരാതിയൊക്കെ പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ക്ലാസ്സുകളൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളുടെ ലൈവ് ക്ലാസ്സുകളിൽ ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് നൽകുന്നതായിരിക്കും ഇതെല്ലാം. അടുത്ത് നമുക്ക് നോക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയം BSA 2023 എത്ര വകുപ്പുകളുണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആൻസർ 170 എന്നതാണ്. ഏതാണ് ആൻസർ? 170 എന്നതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ. ഭാരതീയ സാക്ഷ്യ അധിനിയമം BSA വകുപ്പ് 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? നല്ല ചോദ്യമാണ്. സെക്ഷൻസ് കയറി വന്ന ഒരു ചോദ്യമാണിത്. വകുപ്പ് 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കലാണ് ഇവിടെ വരുന്നത്. അതായത് ഒരു സബ്ജക്റ്റിനെ പറ്റി ആഴത്തിൽ അറിയാവുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ടിനെ, ഒരു സബ്ജക്ട് എക്സ്പേർട്ടിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ചോദിച്ച് ഒരു കോടതി ഒരു വിധിയിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 39 എന്ന് പറയുന്നത്. ഞാൻ പഴയ ക്ലാസ്സുകളിലും നേരത്തെ ബാച്ചുകളിലും നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. നമ്മുടെ ടൊവിനെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് ഒരു കോടതി സീനകത്തില്
ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ട് ഒരു കെമിസ്ട്രിയുടെ പ്രൊഫസർ ആയിട്ട് ഉള്ള അല്ലെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടറൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ എത്തുകയും അദ്ദേഹം തെളിവ് നൽകുകയും ചെയ്യുന്നു. അതായത് തെളിവായിട്ട് കാണിക്കുന്ന ആ സിനിമയ്ക്കകത്ത് തെളിവായിട്ട് കാണിക്കുന്ന എന്താണ് ഒരു കത്തി അല്ലെങ്കിൽ ഒരു വാള്, അതിനകത്തിലെ തുരുമ്പ്, ബ്ലഡിന്റെ സ്റ്റെയിൻ, ഇതിനെയൊക്കെ പറ്റി അദ്ദേഹം എക്സ്പേർട്ട് നൽകുന്ന മൊഴികൾ അവിടെ കോടതി വിശദീകരിക്കുന്നുണ്ട്, കോടതി കേൾക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പേർട്ടിന്റെ അല്ലെങ്കിൽ ഒരു വിദഗ്ധന്റെ, ഒരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളാകാം, IT-യുമായിട്ട് ബന്ധപ്പെട്ട ആളാകാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിന്റെ അവരുടെ മൊഴി അവിടെ ശേഖരിക്കുകയും അത് തെളിവായിട്ട് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വകുപ്പ് 39 പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന BSAയുടെ അല്ലെങ്കിൽ വകുപ്പ് BSAയിലെ വകുപ്പ് ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ വകുപ്പ് മരണമൊഴി സെക്ഷൻ 26A ആണ്. അവിടെ നമ്മുടെ സിലബസിനകത്തിൽ 26A പഠിക്കണം, 26G പഠിക്കണം, 26C പഠിക്കണം, 26F പഠിക്കണം. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൃത്യമായിട്ട് കയറി നോക്കിയാൽ മാത്രം മതി, ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്താൽ മതി. ലൈവ് ക്ലാസ്സുകളിൽ നമ്മുടെ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവ് ക്ലാസ്സിൽ ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സുകളിൽ ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മൾ നൽകുന്നതുമായിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കേരള പോലീസ് ആക്ട് 118A പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ പൊതുജനശല്യം അല്ലെ, പൊതുശല്യം എന്നൊക്കെ പറയുന്ന ഒരു വകുപ്പാണ് 118A. ശിക്ഷയുണ്ട്, നല്ലൊരു ശിക്ഷയാണ്. 3 വർഷം തടവ്, 10,000 രൂപ പിഴ. ഓപ്ഷൻ A ആണ്. 3 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പൊതുജനശല്യം. അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് KSRTC സ്റ്റാൻഡ്, ഇതേപോലെ റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ ആൾക്കാർ കൂടുന്ന ഒരു മാർക്കറ്റ്, ഇവിടങ്ങളിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വകുപ്പ് കേരള പോലീസ് ആക്ട് 2011 പറയുന്നുണ്ട്. അവിടെ പറയുന്നത് 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ആണ് എന്നതാണ്. അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. NDPS നിയമപ്രകാരം ആവർത്തിച്ചിട്ടുള്ള കുറ്റവാളികൾക്ക് ബാധകമായത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് വർദ്ധിത ശിക്ഷ, കഠിന ശിക്ഷാ നടപടികൾ, കൂടുതൽ ഗുരുതര ശിക്ഷ, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിനകത്തിൽ വരാൻ സാധ്യത എന്നതാണ് നമുക്ക് കൃത്യമായിട്ട് പറയുന്നത്. അതായത് NDPS നിയമപ്രകാരം ആവർത്തിച്ചിട്ടുള്ള ഒരു കുറ്റം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ വധശിക്ഷ വരെ ലഭിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ ഉത്തരം നമ്മളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയ ആൾക്കാരെല്ലാം ഇതിലേക്ക് ചെന്ന് കാണും. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. NDPS നിയമപ്രകാരം കുറ്റം ചെയ്യുന്നതിനുള്ള ശ്രമം ശിക്ഷാർഹമാകുന്ന വകുപ്പ്. ഒരാൾ കുറ്റം ചെയ്യുവാൻ ശ്രമിച്ചു, എന്ത് പ്രകാരം? NDPS നിയമപ്രകാരം ഒരാൾ കുറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ, അല്ലെങ്കിൽ നിരോധിത വസ്തുക്കൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെ ആ സമയത്ത്, അങ്ങനെ ഉപയോഗിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മേൽ ചാർത്തുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 28 ആണ്. ഏതാണ്? സെക്ഷൻ 28 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു കഴിഞ്ഞ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷയ്ക്ക് അപേക്ഷയൊക്കെ നൽകി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ E-Learning നിന്നും ലഭ്യമാണ്. കൃത്യമായിട്ടുള്ള പാറ്റേണിൽ തയ്യാറാക്കിയിരിക്കുന്ന, നമ്മളുടെ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന സിലബസിലൂടെ നിങ്ങളുടെ സിലബസുകൾ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി. കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് PDF നോട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഏത് സമയത്തും സബ്ജക്റ്റിനെ പറ്റി സംശയമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. നേരിട്ട് തന്നെ നമ്മളെ വിളിക്കാവുന്നതാണ്. സംശയത്തിനുള്ള മറുപടികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ ഈ പരീക്ഷ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ആദ്യം തന്നെ സ്പെഷ്യൽ ടോപ്പിക്സുകൾ കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ GK-യിലേക്ക് പോകാം. GK-യിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾക്ക് അവിടെ നിന്ന് 10-20 മാർക്ക് ലഭിക്കാവുന്നതാണ്. ഈസി ആയിട്ട് ലഭിക്കും. ആ മാർക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മേടിച്ചു തരുന്നതായിരിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.